നമസ്കാരം. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പൊതുവെ അറിയപ്പെടുകയും IS എന്നും ISIL എന്നും മുൻപ് അറിയപ്പെടുകയും ഒക്കെ ചെയ്തിരുന്ന ഇസ്ലാമിക സ്റ്റേറ്റ് ഒരു ആശയം എന്ന രൂപത്തിൽ തീർച്ചയായും ലോകത്തിപ്പോഴും ഉണ്ട്. വടക്കൻ ആഫ്രിക്കൻ മേഖലയിൽ ഇപ്പോഴും ചില പ്രദേശങ്ങളുടെ നിയന്ത്രണം IS വിഭാഗങ്ങൾക്കാണ്. പക്ഷേ ISന്റെ പ്രഭവ കേന്ദ്രമായ സിറിയയിലും ഇറാഖിലും ISന്റെ സാന്നിധ്യം ഏതാണ്ട് പൂർണ്ണമായി തുടച്ചു നീക്കപ്പെട്ടു. പക്ഷേ അതിൻ്റെ ഉന്നത നേതൃത്വം ഇപ്പോഴും നിലവിലുണ്ട്. 2019 സ്വയം ഖലീഫയായി പ്രഖ്യാപിച്ചിരുന്ന അബുബക്കർ അൽ ബഗ്ദാദി വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. അതൊരു സംയുക്ത അറ്റംപ്റ്റാണ്. ISനെ തുടച്ചു നീക്കുന്നതിന് വേണ്ടി അമേരിക്കയും ഇറാഖിലെ സൈനിക വിഭാഗങ്ങളും ഫ്രീ സിറിയൻ ആർമിയും അതുപോലെ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ്, കുർദുകളുടെ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സും എല്ലാം ചേർന്ന് സിറിയയുടെയും ഇറാഖിൻ്റെയും അമേരിക്കയുടെയും എല്ലാം പിന്തുണയോടുകൂടി നടന്ന വലിയൊരു ഓപ്പറേഷനാണ് 2015 മുതൽ 2019 വരെ ഇറാഖിൻ്റെയും സിറിയയുടെയും, ഇറാഖിൻ്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളും സിറിയയുടെ കിഴക്കൻ പ്രദേശങ്ങളും അടങ്ങുന്ന ഏതാണ്ട് 1.5 കോടി ജനങ്ങൾ അധിവസിക്കുന്ന വിശാലമായ ഒരു ഭൂമി, അത് കൈവശം വെച്ചിരുന്ന യഥാർത്ഥ ഒരു ഫിസിക്കൽ ഫോഴ്സ് കൂടിയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ്. നമുക്കറിയാമല്ലോ, നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് പോലും ഈ ആശയത്തിൽ ആകൃഷ്ടരായി ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരാനായി, അവിടെ ചെന്ന് പ്രവർത്തിക്കാനായി ഒരുപാട് യുവതിയുവാക്കളാണ് അങ്ങോട്ട് പോയതും പോകാൻ പ്ലാനിട്ടതും. അതിൽ ചിലരൊക്കെ പിടിക്കപ്പെട്ടു, ചിലരൊക്കെ വധിക്കപ്പെട്ടു. ഇതൊക്കെ വാർത്തയായിരുന്നു അക്കാലങ്ങളിൽ. പക്ഷെ ആശയം എന്ന നിലയിൽ അവരെപ്പോഴും ഉണ്ട്. അവരുടെ ഇറാഖിൽ ഇപ്പോഴും ഇറാഖിൻ്റെ ഒരു എമീറായി, അവരുടെ സിസ്റ്റം അനുസരിച്ച് ലോകം മുഴുവൻ ഒരു കാലിഫേറ്റ് ആവുകയാണ്. ഒരു ഖലീഫയുടെ കീഴിലാണ് ലോകത്തെ മുഴുവൻ രാജ്യങ്ങളും മുഴുവൻ ജനതയും വരേണ്ടത്. പക്ഷേ സ്വയം പ്രഖ്യാപിത ഖലീഫയായ അബൂബക്കർ അൽ ബഗ്ദാദി മരിച്ചുപോയി അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു. പക്ഷേ ഇറാഖിൽ ഇപ്പോൾ അവശേഷിക്കുന്ന ഏക നേതാവാണ് അബു ഖലീജ എന്ന് പറയുന്ന ISന്റെ ഇപ്പോഴത്തെ തലവൻ എന്ന് പറയുന്നത് ശരിയല്ല, ഇപ്പോൾ ഡെപ്യൂട്ടി ചീഫ് എന്ന് വേണമെങ്കിൽ പറയാം. ഇറാഖിൻ്റെ മാത്രം ഒരു എമീറായി അവർ കരുതുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളിയും കഴിഞ്ഞ ദിവസം അമേരിക്കയുടെയും മറ്റും ഒരു സൈനിക ആക്രമണത്തിൽ അല്ലെങ്കിൽ ഏറിയൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അപ്പോൾ IS എന്ന വിപത്ത് പൂർണ്ണമായി ഒഴിവായിട്ടില്ല എന്നാണ് ആ പ്രദേശത്തെ മറ്റ് രാജ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. കാരണം എല്ലാ രാജ്യങ്ങൾക്കും, ഔപചാരികമായ എല്ലാ ഭരണകൂടങ്ങൾക്കും IS ഒരു തലവേദനയായിരുന്നു. അതിനുള്ള കാരണം ഇതാണ്. IS എന്ന് പറയുന്നത് വെറും ഒരു രാജ്യം എന്ന നിലയിൽ അല്ല ഇതിനെ കാണേണ്ടത്. IS എന്ന് പറയുന്നത്, ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു രീതിയിലും രാജഭരണങ്ങളെ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യക്ക് യോജിക്കാനാവില്ല, കുവൈറ്റിനോ അല്ലെങ്കിൽ മറ്റ് എമിറേറ്റ്സിനോ UAEക്കോ ഒന്നും തന്നെ യോജിക്കാൻ കഴിയില്ല. അവർ പ്രസിഡൻഷ്യൽ സമ്പ്രദായം അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇറാനോ ഇറാഖിനോ മറ്റ് പ്രദേശത്തെ പ്രസിഡൻഷ്യൽ സമ്പ്രദായമുള്ള രാജ്യങ്ങൾക്ക് ISനെ ഉൾക്കൊള്ളാൻ ആവില്ല. അവർക്ക് ഷിയ വിഭാഗങ്ങളെ ഉൾക്കൊള്ളാനാവില്ല. കാരണം IS എന്ന് പറയുന്നത് ഒരു റാഡിക്കൽ സുന്നി അല്ലെങ്കിൽ നിയോ സലഫി ഔട്ട്ഫിറ്റാണ്. അപ്പം അതുകൊണ്ട് ആ രീതിയിൽ നോക്കുമ്പോൾ ഒരു രീതിയിലും മറ്റ് വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഷിയകൾക്ക് മഹാഭൂരിപക്ഷമുള്ള രാജ്യമാണ് ഇറാനും. അതുപോലെ ഇറാഖിൻ്റെയും 60% ഷിയ വിഭാഗങ്ങളാണ്. അവർക്കൊരിക്കലും അംഗീകരിക്കാനാവില്ല. അതിനും പുറമെയാണ് എന്തുകൊണ്ടാണ് IS ഉയർന്നു വന്നത്. ഇറാഖിലെയും അതുപോലെ സിറിയയിലെയും സുന്നി ഭരണകൂടങ്ങൾക്കെതിരെയുള്ള ഒരു റാഡിക്കൽ ഷിയ ഭരണകൂടങ്ങൾക്കെതിരെയുള്ള റാഡിക്കൽ സുന്നി ഔട്ട്ഫിറ്റ് എന്നുള്ള നിലയിലാണ് ഇത് ഉയർന്നു വന്നത്. നമുക്കറിയാം, ഒരു ഷിയ നേതാവ് കൂടിയായ അലവൈറ്റ് ഷിയ വിഭാഗത്തിൻ്റെ നേതാവ് കൂടിയായ ബഷർ അൽ അസദ് ആയിരുന്നല്ലോ സിറിയ ഭരിച്ചിരുന്നത്. ഇപ്പോഴാണ് അദ്ദേഹം പുറത്താക്കപ്പെട്ടതും പുതിയൊരു ഭരണകൂടം ഉണ്ടായതും ഇപ്പോഴാണ്. പക്ഷേ അന്ന് ഷിയ താല്പര്യങ്ങൾ സിറിയയിൽ സംരക്ഷിക്കപ്പെടുന്നു. ഷിയ താല്പര്യങ്ങൾ തന്നെയാണ് ഈ സദ്ദാം ഹുസൈൻ എന്ന സുന്നി വിഭാഗക്കാരനായ ആളെ പുറത്താക്കിയതിനു ശേഷം നിലവിൽ വന്നൊരു കൊയലീഷൻ സമ്പ്രദായത്തിൽ 60% ഷിയാക്കൾക്ക് തന്നെയായിരുന്നു ഇറാഖിൻ്റെ ഒരു കൊയലീഷൻ ഭരണകൂടത്തിൽ പ്രാധാന്യം. അപ്പോൾ അതിനെല്ലാം എതിരെ ഉയർന്നു വന്ന ഒരു ഭൗതികമായ ഫിസിക്കൽ ഫോഴ്സാണ് അൽ ഖൈദയുടെ ഓഫ് ഷൂട്ടായി 2004 തന്നെ ഉദയം കൊണ്ട ഒരു വിഭാഗമാണ്. അൽ ഖൈദ നമുക്കറിയാമല്ലോ, ഒസാമ ബിൻ ലാഡൻ
9/11 2001 ആക്രമണത്തിൻ്റെ സൂത്രധാരൻ, ആത്യന്തികമായി ലോകം കണ്ട ഏറ്റവും ഭയക്കപ്പെടേണ്ട തീവ്രവാദി എന്ന് പറയുന്ന ഉസാമ ബിൻ ലാഡനോട് കൂടെ പുലർത്തുന്ന അൽ ഖൈദ വിശ്വാസമുള്ള ഒരു വിഭാഗമായിരുന്നു. പക്ഷേ അൽ ഖൈദ എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എല്ലാ വിഭാഗങ്ങൾ, അവരുടെ ആക്രമണ രീതികൾ ഒരുപക്ഷെ അംഗീകരിക്കാനാവാത്തതാണ്. പക്ഷേ അവരെല്ലാ വിഭാഗം ഇസ്ലാമിനെയും എല്ലാ സ്പ്ലിൻഡർ ഗ്രൂപ്പുകളെയും ഉൾക്കൊള്ളുന്ന ഒരു അംബ്രല്ല ഓർഗനൈസേഷനാണ്. പക്ഷേ ഇസ്ലാമിക് സ്റ്റേറ്റ് അതുപോലെയല്ല. അതുകൊണ്ടാണ് അൽ ഖൈദ ഉയർത്തുന്ന ഭീഷണിയേക്കാൾ വ്യത്യസ്തമാണ് ഇസ്ലാമിക് സ്റ്റേറ്റ്. അൽ ഖൈദയ്ക്ക് ഒരു ടെറിട്ടറി ഇല്ല. അവരൊരു പാരസൈറ്റ് പോലെ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അന്ന് ഭരിച്ചിരുന്ന 2000കളുടെ ആദ്യം താലിബാൻ ഭരണകൂടത്തിൽ ഒരു പാരസൈറ്റ് പോലെ അവിടെ വസിക്കുകയായിരുന്നു. തൊറബൊറ ഗുഹകൾ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ ഈ കണ്ടഹാറും കാബൂളും ഒക്കെ അടക്കി വാണിരുന്ന ഒരു സമയം. അതിനെതിരെ അൽ ഖൈദയ്ക്കെതിരെ വലിയ തോതിലുള്ള ആക്രമണമാണല്ലോ 9/11 ശേഷം അമേരിക്ക അഴിച്ചുവിട്ടതും അൽ ഖൈദയെ ആ രൂപത്തിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പുറത്താക്കുകയും അല്ല എങ്കിൽ അവസാനം ഉസാമ ബിൻ ലാഡൻ വധിക്കപ്പെട്ടത് പാകിസ്ഥാനിലെ അബട്ടബാദിൽ വെച്ചാണ് എന്നോർക്കണം. അതുകൊണ്ട് ഞാനിപ്പോൾ തിരിച്ചു വരികയാണ്, IS തിരിച്ചു വരികയാണ്. ISന്റെ അവശേഷിക്കുന്ന ഒരു ബുദ്ധി കേന്ദ്രം തന്നെയായിരുന്നു ഈ പറയുന്ന അബു ഖലിജ. അപ്പം അബു ഖലിജ വധിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെയാണ് ഭാവി ഖലീഫയായി ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന സങ്കല്പം ഉയർത്തിക്കാട്ടിയിരുന്നത്. അദ്ദേഹം വധിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഏതാണ്ട് IS എന്ന ഒരു ആശയം തന്നെ വലിയ തോതിൽ അദ്ദേഹം ഐഡിയോളജി കൂടിയായിരുന്നല്ലോ. അതുകൊണ്ട് ആശയം തന്നെ ഇനിയിപ്പം ബാക്ക് ഫുട്ടിലേക്ക് പോവുകയാണ്. അപ്പം 2004 സർക്കാവി കൊണ്ടുവന്ന ഒരു ആശയമാണല്ലോ IS. അപ്പം അതിനുശേഷം എത്രയോ രൂപാന്തരങ്ങൾ സംഭവിച്ചു. ISന് മുന്നോട്ട് പോകാൻ ആവാത്ത ഒരു അന്തരീക്ഷം മധ്യപൗരസ്ത്യ പ്രദേശത്ത് ഉണ്ടായപ്പോഴാണ് ISന്റെ ആശയങ്ങൾക്ക് ആഫ്രിക്കയിൽ ലോലെസ്നെസ് ഉള്ള ഒരു പ്രദേശമുണ്ട്. സബ് സഹാറൻ ആഫ്രിക്കയും ഇവിടെ ചേർന്ന് കിടക്കുന്ന ചില പ്രദേശങ്ങളാണ്, മരുഭൂമി പ്രദേശങ്ങളാണ്, വലിയ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഇല്ലാത്ത പ്രദേശങ്ങളാണ്. അതുകൊണ്ട് ഒരു അരാജകത്വം നടമാടുന്ന ആ പ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴുമുണ്ട്. അതിനെതിരെ അമേരിക്ക ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമണം ഇപ്പോഴും നടത്തുന്നുണ്ട്. അതുകൊണ്ടൊരു നിർണായക വഴിത്തിരിവാണ് അബു ഖദിജയുടെ വധം. അത് മാത്രമല്ല എല്ലാ രാജ്യങ്ങളും നിശ്വാസം ഉതിർക്കുകയാണ്. നോക്കൂ, ഖുർദുകൾ അവരാണ് ഏറ്റവും അധികം ഇറാഖിലും സിറിയയിലും ടർക്കിയിലുമായി ഇങ്ങനെ ചെതറിക്കിടക്കുന്ന ഒരു വംശീയ ഗ്രൂപ്പാണല്ലോ ഖുർദുകൾ. ആ ഖുർദുകൾക്ക് വലിയ ആശ്വാസമാണ്. കാരണം ഇസ്ലാമിക് സ്റ്റേറ്റ് ഖുർദുകളെ വലിയ തോതിലാണ് കൊന്നൊടുക്കിയത്. അവരെ റെസിസ്റ്റ് ചെയ്ത് നിന്നതും ഖുർദുകളാണ് പ്രധാനമായും. സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് എന്ന രീതിയിൽ ഖുർദിഷ് സേനയുടെ സഹായം അമേരിക്കയ്ക്ക് കാര്യത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഇറാഖിൻ്റെ അമേരിക്ക കൂടി സഹായിക്കുന്ന ഒരു ഭരണകൂടം, ആ ഭരണകൂടത്തിൻ്റെ നിർലോഭമായ പിന്തുണ ലഭിച്ചു ഈ ഓപ്പറേഷന്. മാത്രമല്ല സിറിയയിലെ പുതിയ സർക്കാർ, അവർക്ക് മുൻ അൽ ഖൈദ ബന്ധമുണ്ട്, മുൻ IS ബന്ധമുണ്ട്. പക്ഷേ അവർ കമാൻഡർ അക്ഷരം മിണ്ടുന്നതുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം IS വളർന്നു വരുന്നത് അവർക്കും അത്ര നല്ലതല്ല. അതുകൊണ്ട് ആ പ്രദേശത്തെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങൾക്കും സ്റ്റേറ്റ് പ്ലെയേഴ്സിനും തീർച്ചയായും ആശ്വസിക്കാൻ വകയുള്ള ഒരു ആക്രമണമാണ് അബു ഖദീജയ്ക്ക് നേരെ നടന്നത്. അതുകൊണ്ട് IS എന്നതിൻ്റെ ഇപ്പോഴത്തെ ഏഷ്യൻ പ്രദേശത്തെ, പ്രത്യേകിച്ചും വെസ്റ്റ് ഏഷ്യയിലെ പ്രഭാവം ഏതാണ്ട് പൂർണ്ണമായി അസ്തമിച്ചു എന്ന് കരുതാം. എന്നാൽ ഒരു ആശയം എന്ന നിലയിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമുക്കൊരു വ്യക്തിയെ കൊല്ലാൻ സാധിക്കും, പക്ഷെ അദ്ദേഹം ഉയർത്തുന്ന ഒരു ആശയമുണ്ട്. ആ ആശയത്തെ അഡ്രസ്സ് ചെയ്യാൻ കഴിയണം സംവാദത്തിലൂടെ, അല്ലെങ്കിൽ നീക്കുപോക്കുകളിലൂടെ, അല്ലെങ്കിൽ എന്താണ് അവർക്ക് വേണ്ടത് അത് പൂർണ്ണമായി കൊടുക്കാനാവില്ലായിരിക്കാം. പക്ഷേ അത് നീതി നിഷേധങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായി എങ്കിൽ അത് പരിഹരിച്ചു പോകണം. അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രം മേധാവിത്വം എല്ലാവരിലേക്കും അടിച്ചേൽപ്പിക്കപ്പെടുകയും ഒരു കർശനമായ ഇസ്ലാമിക രീതികൾ, ഇപ്പോൾ ആധുനിക കാലത്തിന് ചേരാത്ത രീതിയിലുള്ള രീതികൾ ഉൾപ്പെടെ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന സമീപനം മറ്റ് ഇസ്ലാമിക രാജ്യങ്ങൾക്കും ഒരുപക്ഷെ സ്വീകാര്യമാകില്ല. അതുമാത്രമല്ല, ഭരണകൂടങ്ങളെ പുറത്താക്കിക്കൊണ്ട്, ഈ പ്രസിഡൻഷ്യൽ സമ്പ്രദായങ്ങളെ, തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെൻറ്റിനെ എല്ലാം പുറത്താക്കിക്കൊണ്ട് ഇസ്ലാമിക രീതിയിലുള്ള ശരീഅത്തനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഖലീഫ അധികാരത്തിൽ വരികയും ചെയ്യുന്നത് തീർച്ചയായും ആധുനിക ലോകത്ത് ഒരുപക്ഷെ ഇസ്ലാമിക രാജ്യങ്ങൾ പോലും അംഗീകരിക്കാത്ത ഒരു പ്രവണതയായിരിക്കാം. അതുകൊണ്ട് ISന്റെ ചരമക്കുറിപ്പ് എഴുതാറായില്ല എങ്കിൽ പോലും ഒരു നിർണായക വഴിത്തിരിവായി ഈ കൊലപാതകത്തെ നമുക്ക് കാണേണ്ടതുണ്ട്.